നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയറും അസംബ്ലി ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടനാണ്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയർ നിങ്ങൾക്ക് അസംബ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആംപ്ലിഫയർ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊല്ലത്താണ് നിങ്ങളുടെ ലൊക്കേഷനിൽ പ്രശാന്ത് ബ്രോയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കസ്റ്റമായിട്ടുള്ള 5.1 2.1 സ്റ്റീരിയോ സബ് ആംപ്ലിഫയറൊക്കെ അസംബ്ലി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സൈഡിൽ 100+100 വാട്ട്സ് വരെ കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ സബിന് വേണ്ടിയിട്ട് ഒരു 180-200 വാട്ട്സ് വരെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ഒരു വീട്ടിലെ ഹോളിലേക്കോ അല്ലെങ്കിൽ ഒരു റൂമിലേക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ. ഭയങ്കരമായ പവർ എന്നല്ല, പക്ഷേ ഹോം യൂസിന് പറ്റിയ രീതിയിലുള്ളൊരു കോൺഫിഗറേഷനാണത്. ഒരു 10 ഇഞ്ച് വൂഫർ, 5 ഇഞ്ച് മിഡ് റേഞ്ച്, ഒരു ട്യൂട്ടർ വരുന്ന രീതിയിലുള്ള 2 3-വേ ബോക്സ് സൈഡ് ചാനലിനും കൊടുത്ത് ഒരു 12 ഇഞ്ച് 200 വാട്ട്സൊക്കെ വരുന്ന സബ് വൂഫറും കൊടുത്ത് നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാൻ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് കോൺഫിഗറേഷൻ ബെസ്റ്റാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ജി ടെക്കിൻ്റെ 4.5 ഇഞ്ച് ഹൈറ്റ് വരുന്ന ക്യാബിനാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അക്രിലിക് പാനൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഗ്ലോസിയും മാറ്റ് ബ്ലാക്കും വരുന്ന രീതിയിലുള്ള ഫ്രണ്ട് പാനലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് സബിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. സബിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ. വലത്തെ അറ്റത്തായിട്ട് എൻകോഡർ, നമ്മളിതിൽ ജി സ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്ന ആ ഒരു ഫങ്ഷൻ കൺട്രോൾ ഉണ്ട്, ഒരു എൻകോഡർ, അത് അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമ്മുടെ ജി സ്റ്റാർ 2.1 റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. വലിയൊരു ഡിസ്പ്ലേ. ഇത് നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ പറഞ്ഞനുസരിച്ചാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2.1 റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ USB സോക്കറ്റ്, അതിൻ്റെ കൺട്രോൾ, ഹിസ്റ്റ്, ബോക്സ്, പ്ലേ ഒക്കെ വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കൊരു പവർ സ്വിച്ച് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ബേസ്, ട്രിബിൾ, വോളിയം, അതായത് സൈഡ് ചാനലിൻ്റെ ബേസ്, അതിൻ്റെ ട്രിബിൾ, ആ ഒരു സൈഡ് ചാനലിൻ്റെ വോളിയംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് 2 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. അത് നോർമലി ഈ ഒരു 2.1 റിമോട്ട് കിറ്റിനകത്ത് വരുന്ന ഒരു ഓപ്ഷനാണത്. കരോക്കെ ഓപ്ഷൻ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അത് ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്രിലിക്കിലാണ് ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ട് കാണാൻ കഴിയുന്നത്. നമുക്ക് അതിലൊരു ബനാന സോക്കറ്റ് പോലത്തെ ഒരു സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സോക്കറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള കണക്റ്റേഴ്സും കസ്റ്റമറുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഈ ടൈപ്പ് കണക്ടർ നമ്മൾ സോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ 2.1 റിമോട്ട് കിറ്റിൻ്റെ ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് നോർമൽ ഓക്സിലറി ഇൻപുട്ട് കൊടുക്കാം. ബ്ലൂടൂത്ത് വരുന്നുണ്ട്, USB വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ HDMI ഇൻപുട്ട് വരുന്നുണ്ട്, HDMI ARC ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോക്സിൽ ഇൻപുട്ടും വരുന്നുണ്ട്. അപ്പം ഒരു കംപ്ലീറ്റ് ഒരു വീട്ടിലേക്ക് യൂസ് ചെയ്യുക, ടിവിയുടെ കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സിനിമ കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള എല്ലാ ഇൻപുട്ടുകളും ഇതിൽ വരുന്നുണ്ട്. കാരണം ഇതിൽ ഉപയോഗിച്ച ആ ഒരു റിമോട്ട് കിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഇൻപുട്ടുകളും വരുന്നുണ്ട്. സാധാ ഒരു USB മീഡിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നോർമലി RCA ഇൻപുട്ട്, ലെഫ്റ്റ് റൈറ്റ് RCA ഇൻപുട്ട് മാത്രമാണ് വരിക. പക്ഷേ ഇതിൽ നമുക്ക് എല്ലാ ഇൻപുട്ടുകളും വരുന്നുണ്ട്. പിന്നെ ഒരു ഫാനിൻ്റെ എക്സോസ് ഫാനിൻ്റെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഭാഗത്തല്ല ബോർഡ് വെച്ചേക്കുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ UPSൽ വരുന്ന പോലത്തെ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കേബിൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കേബിൾ കംപ്ലൈൻ്റ് ആയാലും മാർക്കറ്റിൽ നമുക്ക് ആ ടൈപ്പ് കേബിൾ വാങ്ങിച്ച് വീണ്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ഈ ഒരു ആംപ്ലിഫയറിന് കരുത്തേക്കുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ശക്തിയുടെ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മോസ്ഫെറ്റ് ബോർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ഫെറ്റ് വരുന്ന സ്റ്റീരിയോ ബോർഡ് സൈഡ് ചാനലിന് വേണ്ടിയിട്ടും 4 ഫെറ്റ് വരുന്ന മോണോ ബോർഡ് സബിന് വേണ്ടിയിട്ടുമാണ്. അപ്പം ഒരു 4 ohms ലോഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 80 മുതൽ 100 വാട്ട്സ് വരെ നമുക്ക് പെർ ചാനലിൽ കിട്ടുന്ന രീതിയിലും, സബിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് ഒരു 150-180 വരെയൊക്കെ മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡ് ആംപ്ലിഫയറിൽ വന്നിട്ടുള്ളത്. അത് 4 ohms ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം. നിങ്ങൾ 8 ohms ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും വാട്ട്സ് കുറയും. നമുക്കൊരു 60 വാട്ട്സ് ഒക്കെ വെച്ചായിരിക്കും പെർ ചാനൽ കിട്ടുക. പിന്നെ നമുക്ക് സബിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ 100-120 വാട്ട്സ് വരെ ആയിരിക്കും കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 10 ഇഞ്ച് വൂഫറുള്ളൊരു 3-വേ ബോക്സ്, 2 ബോക്സ് നമുക്ക് സൈഡ് ചാനലിൽ കൊടുക്കാം. ഒരു 12 ഇഞ്ച് 200 വാട്ട്സ് 4 ohms വരുന്ന സബ് വൂഫറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വർക്കിങ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തെടുത്തിട്ടുള്ളത് 10 ആംപിയറിലാണ് ട്രാൻസ്ഫോമർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ കൊല്ലത്ത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സൈഡിൽ നിന്നാണ് ട്രാൻസ്ഫോമർ ചെയ്തെടുപ്പിക്കുക. നല്ല അടിപൊളിയായിട്ട്
നല്ല ക്വാളിറ്റിയിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നത്. അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നത്. 24 10 ആംപിയറിലാണ് മെയിനായിട്ടുള്ള പവർ സപ്ലൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 12 ഒക്കെ നമ്മൾ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷനും ലൈറ്റിനും റിമോട്ട് കിറ്റിനും ഒക്കെ ആവശ്യമായിട്ട് മറ്റ് ടാപ്പിങ്ങുകളും ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓഡിയോസിൻ്റെ ഒരു ടോൺ ബോർഡാണ്. 2-way ടോൺ കൺട്രോൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡ് തന്നെയാണ്, നമുക്കറിയാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2.1 പ്രൊട്ടക്ഷൻ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ് ഫിൽറ്ററിന് വേണ്ടിയിട്ട് യൂണിവേഴ്സലിൻ്റെ സബ് ഫിൽറ്റർ ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാനലിൽ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഗെയിൻ കൺട്രോളാണ്. സബിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോബ് ഫ്രണ്ടിലല്ല ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സബ് ഊഫർ വാങ്ങിച്ച് അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് ഗെയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ബാക്കിലായിട്ട് കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളത്. വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും ചെയ്തെടുത്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. അപ്പം ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശാന്തേട്ടനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൊല്ലത്ത് നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ വാങ്ങിച്ചെടുക്കണമെങ്കിൽ രാധാകൃഷ്ണ ചേട്ടൻ്റെ നമ്പറോട് കൊടുക്കുക. പുള്ളിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിന് മാത്രമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനും സർവീസൊക്കെ ചെയ്യാനായിട്ട് പ്രശാന്തേട്ടനെ കോൺടാക്ട് ചെയ്യുക. 2 പേരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും അടുത്തുള്ള ആരാണോ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഇനി ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ളൊരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഓഡിയോ ടെസ്റ്റ് കൂടെ ചെയ്യാം. നമുക്കറിയാം ഇതിനകത്ത് കോപ്പറേറ്റ് അടിക്കുന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ചെറിയ കട്ട് ചെയ്തായിരിക്കും ഞാൻ ഇടുന്നത്. കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. On the rise now.